വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശക്തമായ തെളിവുകളും വിവരങ്ങളുമായിട്ട് മുന്നിൽ വീണ്ടും വന്നിരിക്കുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ നേതാവുമായ രാഹുൽ ഗാന്ധി. ഇന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. കർണാടകയിലെ അലണ്ട് എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലം, ഒപ്പം തന്നെ മഹാരാഷ്ട്രയിലെ രജൂര എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലം, ഈ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലെ ചില കണക്കുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ രാഹുൽ ഗാന്ധി അഴിച്ചുവിടുന്നത്. പതിവ് പോലെ ഇന്ദിരാഭവനിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെയാണ് രാഹുൽ ഗാന്ധി ഓരോ തെളിവുകളും പുറത്തുവിട്ടത്. ഈ പറയുന്നത് പോലെ കർണാടകയിലെ അലന്ത് എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ 2023 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് 6018 വോട്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് രാഹുൽ ഗാന്ധി തെളിവുകൾ നിരത്തി വ്യക്തമാക്കുന്നത്. ഈ 6018 വോട്ടുകളും കോൺഗ്രസ് അനുകൂല അല്ലെങ്കിൽ തങ്ങൾക്ക് ലഭിക്കേണ്ട, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിക്ക് ലഭിക്കേണ്ട വോട്ടുകളായിരുന്നു എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. അതിന് ഉപോത്ബലകമായിട്ട് രാഹുൽ ഗാന്ധി ഈ പറയുന്നത് പോലെ ഈ വോട്ടർ പട്ടികയിൽ നിന്നും പേര് ഒഴിവാക്കപ്പെട്ട ആളെയും, ഒരു ഗോദാബായി എന്ന് പറയുന്ന ആളെയും, ഒപ്പം തന്നെ ഈ പറയുന്ന പോലെ ഈ പേര് വെട്ടിമാറ്റിയെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു വ്യക്തിയെയും രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിനിടയിൽ ഹാജരാക്കി. രണ്ടുപേരും ഈ വാർത്താ സമ്മേളനത്തിനിടയിൽ വന്ന് തങ്ങളുടെ അനുഭവങ്ങൾ വിവരിക്കുകയും ചെയ്തു. ഈ കർണാടകയിൽ ഈ സംഭവത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ കോൺഗ്രസിന്റെ ഒരു ബൂത്ത് ലെവൽ ഓഫീസറിന്റെ അമ്മാവന് ഈ പറയുന്നത് പോലെ വോട്ട് നഷ്ടപ്പെട്ടു. അദ്ദേഹം ഈ വോട്ടർ ലിസ്റ്റിൽ നിന്നും പുറത്തായി. അതിനെ തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ പുറത്തറിയുന്നത്. അപ്പോൾ തൊട്ട് അയൽപക്കത്തുള്ള സൂര്യകാന്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാളുടെ രേഖകൾ വെച്ചാണ് ഇത്തരത്തിൽ വോട്ട് നീക്കം ചെയ്തിരിക്കുന്നത് എന്ന് കണ്ടെത്തി. അതേസമയം ഈ സൂര്യകാന്ത് എന്ന് പറയുന്ന വ്യക്തി അത് നിഷേധിച്ചു, താൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അതേസമയം ഈ സൂര്യകാന്തിന്റെ വിവരങ്ങൾ വെച്ചുകൊണ്ട് ഏതാണ്ട് 12 ആളുകളുടെ വിവരങ്ങളാണ്, അല്ലെങ്കിൽ 12 പേരെയാണ് വോട്ടർ പട്ടികയിൽ നിന്നും ഡിലീറ്റ് ആക്കിയിരിക്കുന്നത്. അത് പിന്നീട് വലിയൊരു വിവാദത്തിലേക്ക് മാറുകയും കർണാടകയിലെ CID അന്വേഷണത്തിന് തയ്യാറാവുകയും ഒക്കെ തന്നെ ചെയ്തു. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിനായിട്ട് മുന്നോട്ട് പോയി. എന്നാൽ ഇതുമായി സഹകരിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല എന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു. 18 മാസത്തിനിടയിൽ 18 തവണ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടിക്കൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് CID കത്തയച്ചു. ഇതുമായി ബന്ധപ്പെട്ട OTP ഉൾപ്പെടെയുള്ള വിവരങ്ങൾ, OP അഡ്രസ്, IP അഡ്രസ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ തേടിക്കൊണ്ട് CID കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചുവെങ്കിലും അതിന് യാതൊരു മറുപടിയും നൽകിയില്ല. ഈ അന്വേഷണത്തെ അട്ടിമറിക്കുന്ന അല്ലെങ്കിൽ കുഴിച്ചുമൂടുന്ന ഒരു സമീപനമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ജ്ഞാനേഷ് കുമാർ ചെയ്യുന്നത് എന്ന് അദ്ദേഹം ആരോപിക്കുകയാണ്. ഒപ്പം തന്നെ ജ്ഞാനേഷ് കുമാർ ഇത്തരത്തിൽ വോട്ട് അട്ടിമറി, തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തുന്നു എന്നതിന് തന്റെ കയ്യിൽ 101% തെളിവുണ്ട്. അദ്ദേഹം ഭരണഘടനാ വിരുദ്ധമായ നടപടികൾക്ക് കൂട്ടുനിൽക്കുന്നു എന്ന അതിഗുരുതരമായ ആരോപണങ്ങൾ തെളിവ് നിരത്തി രാഹുൽ ഗാന്ധി ഉന്നയിക്കുകയാണ്. ഈ പറയുന്നത് പോലെ കർണാടകയിലെ ഈ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കപ്പെട്ട പേരുകൾ അത് കർണാടകയ്ക്കകത്തു നിന്നുള്ള ആളുകളല്ല ചെയ്തിരിക്കുന്നത്, മറിച്ച് കർണാടകയ്ക്ക് പുറത്ത് ഇതിന് വിപുലമായ ഒരു സംവിധാനമുണ്ട്, ഗൂഢമായ ഒരു സംഘമുണ്ട്. ആ സംഘമാണ് മറ്റ് പല കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട്, മറ്റു പലരുടെയും വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ നിന്നും ഈ കോൺഗ്രസിന് അനുകൂലമായിട്ട് ലഭിക്കേണ്ട വോട്ടുകളെല്ലാം തന്നെ ഡിലീറ്റ് ആക്കുന്നത്. ഈ പറയുന്ന ബൂത്തുകളൊക്കെ തന്നെ ഇത്തരത്തിൽ വോട്ട് നഷ്ടപ്പെട്ട വോട്ടർമാർ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താകപ്പെട്ട ബൂത്തുകൾ നോക്കുകയാണെങ്കിൽ അതിൽ ഏറിയ പങ്കും ഏതാണ്ട് 99% അത് കോൺഗ്രസ് അനുകൂലമായിട്ടുള്ള ബൂത്തുകളാണ്. അതുകൊണ്ട് തന്നെയാണ് തങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന വോട്ടുകളാണ് അത്തരത്തിൽ ഇല്ലാതാക്കിയത് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നത്. സമാനമായിട്ട് മഹാരാഷ്ട്രയിലെ രജൌര എന്ന മണ്ഡലത്തിലും വലിയ രീതിയിൽ ക്രമക്കേട് നടന്നു എന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു. എന്തായാലും താൻ നേരത്തെ ഉന്നയിച്ച വോട്ട് ചോരിക്ക് കൂടുതൽ ബലമേകുന്ന തരത്തിലുള്ള തെളിവുകളും വിവരങ്ങളുമാണ് രാഹുൽ ഗാന്ധി ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഇതൊരു ഹൈഡ്രജൻ ബോംബല്ല, മറിച്ച് രാജ്യത്ത് തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന അട്ടിമറികൾ ഏതൊക്കെ തരത്തിലാണ് എന്നതിന് കൂടുതൽ ഒരു പാഠം രാജ്യത്തെ യുവാക്കൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ്, ഒരു ഗുണപാഠം യുവാക്കൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വാർത്താ സമ്മേളനം നടത്തി ഈ വിവരങ്ങൾ താൻ പുറത്തുവിടുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഹൈഡ്രജൻ ബോംബ് ഇതുവരെ പുറത്തുവിട്ടില്ല, അത് പിന്നീട് വരും. കാരണം ഹൈഡ്രജൻ ബോംബ് എന്ന രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചത് നരേന്ദ്രമോദിക്കെതിരായ ചില വെളിപ്പെടുത്തലുകളാണ്. അത് അദ്ദേഹം ഈ കഴിഞ്ഞ ബീഹാറിലെ വോട്ടർ അധികാര യാത്രയുടെ സമാപന സമ്മേളനത്തിൽ സെപ്റ്റംബർ 1 പട്നയിൽ വെച്ചാണ് അത്തരം ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയത്. താൻ ഒരു ഹൈഡ്രജൻ ബോംബ് പുറത്തുവിടും, അത് പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ നരേന്ദ്രമോദിക്ക് തലയിൽ മുണ്ടിട്ട് ഓടേണ്ടി വരുമെന്നാണ് അന്ന് പറഞ്ഞത്. അപ്പോൾ ഈ വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ രാഹുൽ ഗാന്ധി നടത്തുമെന്ന ചില വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞ ഒരു കാര്യം ഇതാണ്: ഇതൊരു ഹൈഡ്രജൻ ബോംബല്ല, മറിച്ച് രാജ്യത്ത് ഏതൊക്കെ വിധത്തിൽ വോട്ട് തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ അട്ടിമറി നടക്കുന്നു എന്ന് യുവാക്കളെയും യുവജനങ്ങളെയും ഒക്കെ തന്നെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള ഒരു കാര്യമാണ് ഇത്.
മറിച്ച് ഹൈഡ്രജൻ ബോംബ് പിന്നീട് വരും, അത് ഇല്ല എന്ന് ആരും കരുതണ്ട, അത് താൻ മാറ്റി വെച്ചേക്കുകയാണ്, ഉടൻ തന്നെ അതും താൻ പുറത്തുവിടുമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. എന്തായാലും ഈ രാജ്യത്ത് നടക്കുന്ന വലിയ ഒരു തെരഞ്ഞെടുപ്പ് അഴിമതിയുടെ കഥകളാണ് പല ഘട്ടങ്ങളിലായിട്ട് ഒരു സീരിയസ് ആയിട്ട് തന്നെ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ജ്ഞാനേഷ് കുമാർ തന്നെയാണ്. ജ്ഞാനേഷ് കുമാറിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി എല്ലാ കാര്യങ്ങളും പുറത്തുവിട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ കർണാടകയിലെ പറയുന്ന അലൻഡു മണ്ഡലത്തിലെ ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയ ഒരു വിഷയം, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സഹായിക്കുന്നില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്ന ഒരാഴ്ചക്കകത്ത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണം, അല്ലെങ്കിൽ CIDക്ക് കൈമാറണം എന്നൊരു കാര്യം അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി കൂടുതൽ വിവരങ്ങളുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ അത് രാജ്യത്തെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന മതേതര ശക്തികൾക്ക് വലിയൊരു ആത്മവിശ്വാസമാവുകയാണ്. മറുവശത്ത് BJPയും ഒപ്പം തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും എല്ലാം വലിയ രീതിയിൽ പ്രതിക്കൂട്ടിലാവുകയാണ്. നേരത്തെ രാഹുൽ ഗാന്ധി ആദ്യം കഴിഞ്ഞ മാസം ഈ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞിരുന്നത് BJPയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്നുകൊണ്ട് വോട്ട് മോഷണം നടത്തുന്നു, വോട്ട് ചോരി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് അദ്ദേഹം വോട്ട് ഡിലീറ്റ് ചോരി എന്നാണ് അതിനൊരു പേര് കൊടുത്തിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ ഒക്കെ തന്നെ വോട്ട് ഡിലീറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം, അതും ആ സംസ്ഥാനത്തിന് പുറത്തിരുന്നു കൊണ്ട് ഒരു സംവിധാനം, അതിനുവേണ്ടി ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് അത്തരത്തിൽ വോട്ടർ പട്ടികയിൽ നിന്നും വോട്ടുകൾ ഡിലീറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അത് ഈ ജനാധിപത്യത്തെ തന്നെ അട്ടിമറിക്കുന്നതിന് തുല്യമാണ്. ഭരണഘടനാ സംവിധാനങ്ങൾ തന്നെ അതിനെ കൂട്ടുനിൽക്കുന്നു. അത് അനുവദിക്കാനാകില്ല. ഇതിനെതിരെ ശക്തമായ നടപടി വേണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്.